പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന് ലഭിച്ച പുരസ്കാര തുകയായി 1 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറി. പി.ടി. തോമസിന്റെ സ്മരണാർത്ഥം പി.ടി. തോമസ് ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഫൗണ്ടേഷൻ ചെയർമാൻ മുൻ എം.എൽ.എ. അനിൽ അക്കര ജവഹർ ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ തുക കൈമാറി. ജൈവ കർഷകരെ സഹായിക്കുന്നതിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ ഉൽപ്പന്നങ്ങളുടെ പ്രചരണത്തിനും ജൈവ സംസ്കൃതി നടത്തിവരുന്ന പരിശ്രമങ്ങൾ കണക്കിലെടുത്താണ് മാധവ് ഗാഡ്ഗിൽ സമ്മാന തുക ജൈവ സംസ്കൃതിക്ക് നൽകാൻ തീരുമാനിച്ചത്. പി.ടി. തോമസ് ഇടുക്കിയിലെ മാധവ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലുണ്ടായ കൊടുങ്കാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാള പെറ്റു എന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന അവസ്ഥാവിശേഷവുമായി എല്ലാവരും കൂടി അദ്ദേഹത്തെ പോഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ നമ്മൾ എല്ലാവരും. കണ്ണൂരിൽ ആദ്യമായി ജൈവ ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിച്ചത് ജൈവ സംസ്കൃതിയാണ്. അതുപോലെ ചെറുധാന്യങ്ങൾ ജനങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും കണ്ണൂരിൽ മുൻകൈയെടുത്തതും ജൈവ സംസ്കൃതി കൂടിയാണ്. ഈ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ജൈവ സംസ്കൃതിയെ ഈ അംഗീകാരവും തേടിയെത്തിയത്. സർ പി.ടി. തോമസ് സാറിന്റെ പേരിലുള്ള 1 ലക്ഷം രൂപ അവാർഡ് ഇവിടെ ഇപ്പം ജൈവ സംസ്കൃതി ചാരിറ്റബിൾ ട്രസ്റ്റിനാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിന് ഒരു മഹത്തായ സന്ദേശമാണ് നൽകുന്നത്. ഇത് സാറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? പി.ടി. തോമസ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യകുലത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് തൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയും ചെയ്ത വളരെ മാതൃകാപരമായ പൊതുപ്രവർത്തനം നടത്തിയ ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ പി.ടി. തോമസ്. അദ്ദേഹം തന്നെ സ്ഥാപിച്ച സംഘടനയാണ് ഈ മാനവ സംസ്കൃതി. ആ മാനവ സംസ്കൃതിയുടെ പ്രഥമ പുരസ്കാരം, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രഥമ പുരസ്കാരം ശ്രീമാൻ മാധവ ഗാഡ്ഗിലിനാണ് 1 ലക്ഷം രൂപയുടെ അവാർഡ് പ്രഥമ പുരസ്കാരം കിട്ടിയത്. മാധവ ഗാഡ്ഗിൽ പറഞ്ഞു ആ പണം കണ്ണൂരിലെ പരിസ്ഥിതി പ്രവർത്തകന്മാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് കണ്ണൂരിലെ ജൈവ സംസ്കൃതി പ്രവർത്തകർക്ക് ആ തുക കൈമാറാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയും ആ തുക ഇപ്പോൾ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. മാനവ സംസ്കൃതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ചെയർമാൻ ഇ.ടി. രാജീവൻ അധ്യക്ഷത വഹിച്ചു. മാനവ സംസ്കൃതി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ അനിൽ അക്കര അവാർഡ് തുക ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി രാജൻ കോരമ്പേത്തിന് കൈമാറി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി വിജയൻ, അസൈനാർ എം പ്രദീപ് കുമാർ, രാജൻ പുതുശ്ശേരി, എൻ.ആർ. മായൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥ ഏറ്റവും കൂടുതൽ ഭംഗമേൽപ്പിച്ച ഒരു കാലഘട്ടത്തിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മീഷനെ വയ്ക്കുന്നത്. ആ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാധവ് ഗാഡ്ഗിൽ കൊണ്ടുവന്ന ആ കമ്മീഷൻ റിപ്പോർട്ട് ശരിയായ രീതിയിൽ കേരള സമൂഹവും രാജ്യവും ചർച്ച ചെയ്തില്ല എന്നതിൻ്റെ ദുരന്തഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2012 പ്രളയകാലത്ത് കേരള നിയമസഭയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടാണ് മാധവ് ഗാഡ്ഗിലുമായി ബന്ധപ്പെട്ട വിഷയം. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്നു പി.ടിയുമായി ബന്ധപ്പെട്ട വിഷയം. ഇന്ന് വ്യാപകമായി നമുക്കറിയാലോ, കുടഞ്ഞു വീണ് ആളുകൾ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ടെമ്പറേച്ചറുമായി കൂടിയത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യഥാർത്ഥത്തിൽ അന്ന് മാധവ് ഗാഡ്ഗിലിൻ്റെ ആ റിപ്പോർട്ട് പഠിക്കുകയും അതിനനുസരിച്ച് ചില ശുപാർശകൾ നമുക്ക് ആവശ്യമുള്ളത് നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. നടപ്പാക്കിയിരുന്നെങ്കിൽ കേരളം അഭിമുഖീകരിക്കുന്ന ഈ വലിയ ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം കാണാമായിരുന്നു. മാധവ് ഗാഡ്ഗിലിനെ പോലുള്ള അതിപ്രശസ്തരായ പ്രകൃതി സ്നേഹികൾ അവർ പറയുന്ന കാര്യം നമ്മുടെ സമൂഹം അംഗീകരിക്കുകയാണെങ്കിൽ, തീർച്ചയായും അനുസരിക്കുകയാണെങ്കിൽ, ഇനിയും നമുക്ക് നമ്മുടെ പ്രകൃതിയെ കേടുകൂടാതെ സൂക്ഷിക്കാം. ക്യാമറമാൻ ബിനീഷിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.